എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരു മന്തിയാണ്. അതും കുറച്ച് സ്പെഷ്യലായിട്ടുള്ള മന്തിയാണ്. ഓയിലൊന്നും ചേർക്കാതെ കുറച്ച് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു നല്ലൊരു മന്തി റെസിപ്പിയാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. മന്തി തയ്യാറാക്കാൻ വേണ്ടി ആദ്യം ഒരു മസാല ഉണ്ടാക്കണം. 2 ടേബിൾ സ്പൂൺ കുരുമുളക്, 2 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി, ഒരു 10 വെളുത്തുള്ളി അല്ലി, 1 ടേബിൾ സ്പൂൺ ക്യുമിൻ സീഡ് അല്ലെങ്കിൽ ചെറിയ ജീരകം, ഒരു 5 ഏലക്കായ, ഉപ്പ്, 1 ടേബിൾ സ്പൂൺ തന്നെ മുളക് പൊടി. അത് കശ്മീരി മുളക് പൊടി എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ പാപ്രിക്ക പൗഡർ എടുക്കാം. ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ചെറിയ ജാറിൽ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക. വെള്ളമൊന്നും ചേർക്കണ്ട, ഇതുപോലെ അങ്ങ് ക്രഷ് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. സ്കിന്ന് മാറ്റാത്ത 2 പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ചിക്കൻ എടുക്കണമെങ്കിൽ എടുക്കാം. ഈ ചിക്കൻ ഒന്ന് ലെഗ് പീസും ഒന്ന് ബ്രസ്റ്റ് പീസ് 2ആയിട്ട് കട്ട് ചെയ്തതുമാണ്. ഇതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള 1 ടേബിൾ സ്പൂൺ മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മാരിനേറ്റ് ചെയ്യണം. ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി ഒരു ടിഷ്യോ മറ്റോ ഉപയോഗിച്ച് അതിലുള്ള വെള്ളം മുഴുവനായിട്ടൊന്ന് ഉപ്പിക്കളഞ്ഞിട്ട് വേണം ഇതുപോലെ മസാല ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ. ഇനി ഇത് ഒരു 15 മിനിറ്റ് മുതൽ ഒരു 2 മണിക്കൂറൊക്കെ മാരിനേറ്റ് ചെയ്ത് വെക്കാം. സമയമുണ്ടെങ്കിൽ ഓവർനൈറ്റ് വെക്കാം. മന്തി ഉണ്ടാക്കാൻ വേണ്ടി നല്ല ചുവട് കട്ടിയുള്ള കുറച്ച് പാവട്ടമുള്ള ഒരു പാത്രം എടുക്കാം. ഒരു ബിരിയാണി ചെമ്പോ മറ്റോ എടുക്കാം. 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2-3 ചെറിയ കഷ്ണം പട്ട, ഒരു 4-5 ഏലക്ക, കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഒരു ഉണക്ക നാരങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ബേ ലീഫ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് സ്പൈസസ് ചേർക്കണ്ട, ഇത്രയും സ്പൈസസ് മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്കൊരു ഹാൻഡ്ഫുൾ ഓഫ് സവാള ചെറുതായി മുറിച്ച് ചേർക്കാം. അതുപോലെ തന്നെ കുറച്ച് ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയൊക്കെ മതി. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ചേർക്കുന്ന സമയത്ത് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കുക. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 1-2 സാഫ്രോൺ കുങ്കുമപ്പൂ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ചിക്കൻ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു ചെറിയ തീയിൽ ഒരു 20 മിനിറ്റ് ഇത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 20 മിനിറ്റ് ഇതിൽ വെച്ച് കൊടുക്കുമ്പോഴേക്കും ചിക്കൻ ഒന്ന് വെന്ത് അത്യാവശ്യം ഒന്ന് സോഫ്റ്റായി വരും. മിനിറ്റിന് ശേഷം അതിൽ നിന്ന് ചിക്കൻ മാത്രമായിട്ടെടുത്ത് മാറ്റുക. ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബസ്മതി റൈസ്, സെല്ല ബസ്മതി റൈസാണ് പൊതുവേ മന്തിക്കൊക്കെ എല്ലാവരും എടുക്കുന്നത്. കുറച്ചധികം വെള്ളത്തിൽ കുറച്ച് കുതിർത്തി വെച്ചിട്ടുള്ള റൈസ് വേവിച്ച് ഊറ്റി വെച്ചതാണ്. ഉപ്പ് ഇതിലേക്ക് ചേർക്കണം. 1 സ്പൂൺ ഓയിൽ ചേർത്താൽ റൈസ് ഇങ്ങനെ വിട്ട് കിടക്കും. ചേർത്തില്ലെങ്കിലും സെല്ല ബസ്മതി റൈസ് നന്നായി കിടക്കാറുണ്ട്. അപ്പോൾ ഉപ്പിട്ട് വേവിച്ച റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും ചേർത്ത് കൊടുക്കാം. ഇത് പൊതുവിൽ ആരും ഇട്ട് കണ്ടിട്ടില്ല, പക്ഷേ ഞാൻ 1-2 വട്ടം ട്രൈ ചെയ്തപ്പോൾ എനിക്ക് നന്നായി തോന്നി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി ഇതിലേക്കും കുറച്ച് സാഫ്രോൺ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഒരു ഫ്ലേവറിനും മണത്തിനൊക്കെ വേണ്ടി പച്ചമുളക് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടി മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കാരണം നമ്മളിതിൽ തീരെ ഓയിൽ ഒഴിക്കാത്തതുകൊണ്ട് തന്നെ കുറച്ച് ഓയിലി ആയിരിക്കണമെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിക്കണം. നേരത്തെ നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനിലേക്ക് ബാക്കി വന്നിട്ടുള്ള പൊടിച്ച മസാല പൊടി ഇതിലേക്ക് ചേർക്കാം. കുറച്ച് ഒലിവ് ഓയിലോ നെയ്യോ തന്നെ ചേർത്ത് നന്നായി ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. എല്ലായിടത്തേക്കും ആ മസാല വരുന്നത്തക്ക വിധത്തിൽ നന്നായി മാരിനേറ്റ് ചെയ്യാം. റൈസിൻ്റെ മുകളിലേക്ക് ഒരു ഷീറ്റ് അലൂമിനിയം ഫോയിൽ വെച്ച് കൊടുക്കുക. ഇനി അതിൽ ചെറിയ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുക. അതിന് മുകളിലേക്ക് മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ വെച്ച് കൊടുക്കുക. അതിന് മുകളിലേക്കും ഒരു അലൂമിനിയം ഫോയിൽ വെച്ച് നന്നായി കവർ ചെയ്ത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ലിഡ് ഉപയോഗിച്ച് അടച്ച് ഒരു 30 മിനിറ്റ് ഏറ്റവും ചെറിയ തീയിൽ സിമ്മിൽ വെച്ച് ഈ മന്തി കുക്ക് ചെയ്തിട്ടെടുക്കാം.
ഓൾറെഡി വെന്ത റൈസാണ്, അതുപോലെ ഓൾറെഡി വെന്ത ചിക്കനുമാണ്. പക്ഷേ ആ ചെറിയ തീയിൽ നിന്ന് അതിങ്ങനെ ദമ്മായി വരുമ്പോൾ റൈസും അതുപോലെ ചിക്കനും എക്സ്ട്രാ സോഫ്റ്റ് ആവും. അതുപോലെ നന്നായ ഫ്ലേവറൊക്കെ ആ റൈസിലേക്ക് ആ ഹോൾസ് വഴി ഇറങ്ങും. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഏറ്റവും ചെറിയ തീയിൽ അരമണിക്കൂർ വെച്ച് അതിന് ശേഷം പിന്നെ ഒരു അരമണിക്കൂർ കൂടി വെച്ചിട്ടുള്ള മന്തിയാണിത്. അപ്പോഴേക്കും ആ ഫ്ലേവറൊക്കെ നന്നായി അതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടാവും. കുറച്ച് ചൂടൊന്ന് കുറവായിരിക്കും, പക്ഷെ എന്നാലും നമ്മളിങ്ങനെ അടച്ചു വെച്ചുകൊണ്ട് അത്യാവശ്യം നമുക്ക് കഴിക്കാനുള്ള ചൂട് ഇതിനുണ്ടാവും. അപ്പോൾ ഈ ഒരു മന്തി റൈസ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റിയാണ്. ഇത് ഏകദേശം ഒരു യമനി മന്തിയിൽ നിന്ന് ഇൻസ്പയർഡ് ആയി ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. നല്ല ടേസ്റ്റിയാണ്. ഒരുപാട് ഓയിലും ട്രാൻസ് ഫാറ്റഡ് ആയിട്ടുള്ള ഓയിൽസും ചിക്കൻ മാഗി ക്യൂബ്സും ഒന്നുമില്ലാതെ തന്നെ നല്ല രുചിയിൽ നമുക്ക് ഇതുപോലെ മന്തി വീട്ടിലുണ്ടാക്കാം. ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ ഒരു വട്ടം ഇത് ട്രൈ ചെയ്താൽ പിന്നെ നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്യും. അത്ര ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.